അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റസിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാളിക മുകളിലുള്ള ആ റൂമിലാണ് സൈനയുടെയും മൂസഹാജിയുടെയും ബെഡ്റൂം. അതെ, ഓടിട്ട പഴയ മാളിക വീട്. എന്നാൽ സൈനയോട് മൂസാജി പറയുന്നു, ഇനി നമ്മളെ കിടത്തം അങ്ങോട്ട് താഴത്തേക്കാക്കിയാലോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ 8-10 മാസത്തോളം ഈ കോണിപ്പടി കയറിയിട്ട് എന്നല്ലേ ഇങ്ങോട്ട് വരവും ഇറക്കൊക്കെ ആയിരുന്നത്. എന്തിപ്പം അങ്ങനെ? അല്ലേ, എനിക്ക് തോന്നുകയാണ് എൻ്റെ വയറ്റിൽ വളരാൻ പോണത് ഇതൊരു പെൺകുട്ടിയാണെന്ന്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനേ എൻ്റെ പൊന്നിക്ക ഞാൻ പറ്റൂ. എണ്ണം പറ്റിയിട്ടിപ്പോൾ ഞാൻ ഈ കോണിപ്പടി കയറി ഇറങ്ങിയിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. പിന്നെ ഇങ്ങക്കിപ്പോൾ എന്താ ഇപ്പോൾ ഒരു പുതുമാതിരി? അല്ല, ഞമ്മളല്ലാണ്ട് വേറെ ബീവിമാരെങ്ങാനും നിങ്ങൾക്ക് ഉണ്ടോ? ശരിക്കും സൈനയുടെ വാക്ക് കേട്ട് മൂസഹാജി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പെണ്ണേ, എൻ്റെ സൈന, നിന്നോളം മൊഞ്ചുള്ളൊരു പെണ്ണ് ഈ ദുനിയാവിലുണ്ടോ? കണ്ടില്ലേ, 7 പെറ്റിട്ടും പെണ്ണിൻ്റെ ഒരു മൊഞ്ച്. പെണ്ണിൻ്റെ മൊഞ്ചിന് ഒരിക്കലൊരു കുറവില്ലല്ലോ. ഇക്ക മതി എന്നെ സുഖിപ്പിച്ചത്. എന്താ മാളികപ്പുറത്ത് നിന്ന് ഞാൻ ഇറങ്ങണോ? വേണ്ട, അനക്കത് വിഷമാവുന്നുണ്ടെങ്കിലേ ഇജ് മാളികപ്പുറത്ത് തന്നെ ഇരുന്നോ. മാളികപ്പുറത്ത് ആ ഒരു പുറത്തത്തെ കാഴ്ചയും കണ്ട് കിനാവും കണ്ടിരുന്നോ. ഇജ് നമ്മൾ രാജകുമാരി അല്ലേ പെണ്ണേ? പിന്നെ താഴേക്ക് ഞാൻ വല്ലാണ്ടൊന്നും ഇറങ്ങി പോവാറില്ല. അത് ശരി തന്നെ, പെറ്റിടും കുട്ടികളെ വേറുള്ളവർ നോക്കും. പിന്നെ താഴെ ഏതൊക്കെ വേലക്കാരികളുണ്ട് വരുന്നേ പോകണ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മൂസക്ക, ഞാൻ നിങ്ങളോട് പറയട്ടെ. പിന്നെ ഞാൻ നിങ്ങളോട് വേറെ ബീവിമാരുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചത് നിങ്ങൾ വെറുത്തോ എന്നോട്? എന്തിനു വെറുക്കണ്? എൻ്റെ പെണ്ണുണ്ടാകുമ്പോൾ മറ്റൊരു ബീവിയുടെ ആവശ്യം എനിക്കില്ലല്ലോ. പറയാൻ പറ്റൂലേ, പല ഹാജിയാരുമാരും പഴയ മുതലാളിമാരൊക്കെ 2, 3, 4 പെണ്ണ് കെട്ടുന്ന സ്വഭാവക്കാരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ 7 കുട്ടികളായ സ്ഥിതിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സൈനോ, എന്താ പെണ്ണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ നിനക്ക് എല്ലാം അല്ലേ? എൻ്റെ എല്ലാം നിനക്കല്ലേ പെണ്ണേ? നിനക്കുള്ളതും എനിക്ക്. പിന്നെ ഇപ്പം എന്താ, എനിക്ക് ഒരുത്തിൻ്റെ ആവശ്യമില്ല. അല്ലിക്ക, ഞാൻ ഈ പ്രസവവും പേറും തന്നെ എപ്പോഴും എനിക്ക് ഈ പേറും കുളിയും കെടുക്കലും തന്നെ അല്ലേ എനിക്കൊന്ന് സ്വസ്ഥമായി കൈയും കാലും വീശി ഒന്ന് നടക്കാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒഴിവ് നിങ്ങൾ തരൂലല്ലോ. നിങ്ങൾ അങ്ങനെയല്ലേ? അത് പെണ്ണേ, ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിനക്കുള്ളതൊക്കെ ഞാൻ തരുമെന്ന് ഉറപ്പല്ലേ? പിന്നെന്താ, നിനക്ക് എന്താ വേണ്ടത്? പുറത്തേക്ക് ടൂറ് പോവാന്നൊക്കെ പറയില്ലേ, കാഴ്ചകളൊക്കെ കാണാൻ. അതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. സൈന, ഈ ഒരു സുന്ദരി പെൺകുടിനെ ഞാൻ പുറത്തേക്ക് ഇറക്കിയാൽ ഇവിടെ വലിയ ബാല്യക്കാർ പണിക്കാരൊക്കെ ഉണ്ടാവും. അന്നെ കണ്ടാലേ ഓലെങ്ങാനും മോഹിച്ചു പോയാലോ? ഓൽക്കൊക്കെ നമ്മളെ പാടത്തും തൊടുവിലൊക്കെ പണിയെടുക്കണേ എത്രയോ പണിക്കാരുണ്ട്. ഓലൊക്കെ എന്നെ മോഹിച്ചു പോയാലേ പോയില്ല കഥ. അതുകൊണ്ടാണ് ഞാൻ എന്നെ പുറത്തിറക്കാതെ ഇതിനുള്ളിൽ തന്നെ പേറും പ്രസവമായിട്ട് നടക്കണത്. ഇനി പുറത്ത് ഇറങ്ങണമെങ്കിൽ തന്നെ കാറങ്ങോട്ട് കോലായിൻ്റെ ഉമ്മരത്ത് കണ്ട് വെച്ചിട്ട് അതിനുള്ളിൽ കണ്ട് കയറുക, അതേപോലെ അവിടെ വന്ന് ഇറങ്ങുക. ഒരാണും എന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇവളെ, സത്യമായിട്ടും. എൻ്റെ മൂസാക്ക, നിങ്ങൾക്ക് എന്ത് സംശയരോഗമാണോ? സംശയരോഗമോ? എന്തിനും ഒരു സംശയവുമില്ല. എന്നാൽ അപ്പോഴേക്കും അതാ ഭക്ഷണമെല്ലാം റെഡിയാക്കി വിളിക്കുന്നുണ്ട്. സൈന രാജകുമാരിയെ പോലെ അതാ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ വേലക്കാരി പറഞ്ഞു, അതെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം, ഇങ്ങോട്ട് ഇറങ്ങൊന്നും വേണ്ട. അല്ല, ഞാനൊന്ന് ഇറങ്ങട്ടെ. മൂസഹാജി അത് കണ്ടു പറഞ്ഞു, ഓൾക്കിപ്പോൾ താഴേട്ടൊക്കെ ഒന്ന് ഇറങ്ങണം, എല്ലായിടത്തും ഒന്ന് കാണണം, അങ്ങനെ ഒരു ചിന്തയൊക്കെ തുടങ്ങിക്കണേ. അതിനെന്താ മൂസാക്ക, പിന്നെ ടിവിക്ക് ഇഷ്ടമുള്ളത് നമ്മളെങ്ങനെ ചെയ്തു കൊടുത്തു കേട്ടോ. അതിനൊന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട. എന്തായാലും ഓൾക്കൊരു കുറവും വരുത്താതെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്നാൽ മക്കളെ നോക്കുവാനും അതൊന്നും സൈനക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം മുലകുടി കഴിയോളം എങ്ങനെയെങ്കിലൊക്കെ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വേലക്കാരികളാണ് മക്കളെയൊക്കെ നോക്കുന്നത്. സൈന എപ്പോഴും രാജകുമാരിയെ പോലെ മൂസാജിൻ്റെ ഭാര്യ റാണിയായി അവിടെ മട്ടുപ്പാവിൽ കഴിയുകയാണ് എന്നർത്ഥം. ഭക്ഷണവും കുളിയും എല്ലാം കഴിഞ്ഞ് അതാ സൈന വീണ്ടും മാളികപ്പുറത്ത് പോയി. മൂസാജി ഉച്ച സമയത്ത് വന്നു. ഇക്ക, പണിക്കാരില്ലേ? പണിക്കാരൊക്കെ ഏൽപ്പിച്ചെടുത്ത് പോന്നിക്കണ്. അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ നീലിനോടാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. നീലി വെച്ചുണ്ടാക്കിയാൽ വലിയ ടേസ്റ്റാണ്.
ആ, നീലിയമ്മൻ്റെ ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. അല്ല, അപ്പോൾ ആമിനത്താത്തിയോ? ആമിനാക്ക് വേറെയും പണിയുണ്ടല്ലോ അവിടെ. ഇജ്ജ് പറ്റി കൂട്ടണ ഈ കുട്ടികളൊക്കെ ഈ ഓൽക്ക് നോക്കണ്ടേ? 2-3 പണിക്കാരൊന്നും അടുക്കളയിൽ തന്നെ തെയ്യണില്ല, കുട്ടികളെ നോക്കലോൽക്ക് വെക്കലും വിളമ്പലായിട്ട്. ഇപ്പോൾ നീലിൻ്റെ ആ ഒരു ഭക്ഷണത്തിന് പ്രത്യേക ഒരു രസമാണ്. അത് ഈ പണിക്കാർക്ക് എപ്പോഴും വേണ്ടിയത് ഈ ചക്കക്കൂട്ടാനും ഈ കഞ്ഞി ഒരു വലിയ കലത്തിലുള്ളാണ്ട് തീമിടും. പിന്നെ അതിക്കുള്ള ചക്കക്കൂട്ടാൻ നല്ലോണം കാന്താരി മുളകൊക്കെ ഇങ്ങോട്ട് അരച്ച് ഉണ്ടാക്കിയ ചക്കക്കൂട്ടാൻ, ചേമ്പും കൂട്ടാൻ, അങ്ങനെ പൂളിയും താളും നമ്മളെ തൊടുവിൽ തന്നെ കണ്ടമാനുണ്ടല്ലോ, അതൊക്കെ പാടിട്ടിട്ടൊരു കൂട്ടാൻ വെച്ചുകാണ്ട് അതിക്ക് കുറച്ചൊരു ചമ്മന്തി, ഒരു മാങ്ങച്ചാറും, എന്നിട്ട് ആ കഞ്ഞിയും കൂടിയാണ് കൂട്ടി കുടിക്കുമ്പോഴേ ഈ പണിക്കാർ തന്നെ വല്ലാത്തൊരു രസം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീലിയെ ഇനി ഇജ്ജ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിക്കണ്. എൻ്റെ ഇക്ക നീലിനെ കൊണ്ട് ചോറും കറിയും വെപ്പിച്ച് ഇജ്ജൊന്ന് പോടി പെണ്ണേ, ഞാൻ ആ കണക്കിലൊന്നും ഓളെ കണ്ടിട്ടില്ല. അവൾ വെച്ചാൽ വല്ലാത്ത ജാതി ടേസ്റ്റാണ്, അതാ ഞാൻ പറയണത്. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ ഈ നല്ല ചോറും കൂട്ടാനും പകരം നല്ല കഞ്ഞിയും ചമ്മന്തിയും കൂട്ടാനും അച്ചാറും ഒക്കെ ആകുമ്പോൾ അത് വല്ലാത്ത രസമായിക്കാരം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉണക്കമീൻ ചുട്ടതും ഉണ്ട് ഓൾക്ക് വെക്കാൻ, ഒരു മുളക് പൊരിച്ചതോ ചുട്ടതൊക്കെ ആയിട്ട്. സത്യം വന്നാൽ അത് വല്ലാത്തൊരു രസമാണ്. പണിക്കാർക്കും തന്നെ വലിയ തൃപ്തിയാണ്. പല പണിക്കാരുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. എന്നാൽ പിന്നെ നീലി അങ്ങോട്ട് വന്നോളൂ. ഞാൻ ഓളെ ഏൽപ്പിച്ചേക്കണേ, ഇനിയിപ്പോൾ ഒപ്പമാണെങ്കിൽ സഹായത്തിന് ആരെയും വിളിച്ചോട്ടെ, എന്നാലും ഓള് വെച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞേക്കണ്. ആ നീലിനെ ഞാൻ ശരിക്കും ഒന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാനൊരു നോട്ടൊക്കെ, ഓളിപ്പോൾ 1-2 ആഴ്ച ആയിട്ടുള്ളൂ വന്നിട്ട്. ഓ അങ്ങനല്ലേ? അതന്നെ നിങ്ങൾ എപ്പോഴും നീലി എന്നിങ്ങനെ പറയണത്. അതല്ല, അവർ ചെറുമക്കളാണോ അതോ നായന്മാരോ അതോ? വല്ലാത്തൊരു പുതുമ. ഞാനിപ്പോൾ അതൊന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല. ഓലിപ്പോൾ ചെറുമക്കളാണോ അതേപോലെ നായന്മാരാണോ തീയന്മാരാണോ അതൊന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഒരുത്തൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പെണ്ണുണ്ട് പണിക്കല്ലോ വെച്ചൊക്കെ ഉണ്ടാക്കണ ഒരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾക്ക് ഇവിടെ കൊണ്ട് വരാൻ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല ചാതുള്ള കഞ്ഞിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതന്നെയല്ല നമുക്ക് മാണ്ടിയത്. അങ്ങനെ അതും ഇതും പറഞ്ഞ് അല്പസമയം അവളുടെ നുള്ളിയും കൊഞ്ചിച്ചും ഒക്കെ നേരം കഴിച്ചു. ശരിക്കും നീലിയമ്മയെ കാണാൻ നമ്മുടെ സൈനക്കും കൊതി തോന്നി. ശരിയാണ്, ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ഹാജിയർ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അവൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. വളയുടെ കിലുക്കവും മാലയുടെ ആ ഒരു കൂട്ടിമുട്ടലും വലിയ കമ്മലിൻ്റെ ആ ഒരു പ്രകാശത്തോടു കൂടി സുന്ദരി പെണ്ണ് മാളികപ്പുറത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയാണ് അടുക്കളക്കാർ കണ്ടത്. എന്നാൽ ഒരു നിമിഷം മാളികയിൽ നിന്ന് മുഴുവൻ ഇറങ്ങാതെ അവർ അത് നോക്കി. അതെ, മുസ്ലിം പെണ്ണുങ്ങൾക്കിടയിലെ ഒരു ഹിന്ദു പെണ്ണ് കടന്നുകൂടിയിട്ടുണ്ട്. ശരിയാണ്, അടുപ്പത്ത് എന്തൊക്കെയോ വെച്ചുണ്ടാക്കണൊക്കെ ഉണ്ട്. ഒരു കൈലിമുണ്ടും ഒരു ചെറിയ കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസും അവളുടെ വെളുത്ത വയറുകളും അവളുടെ വെളുത്ത പുറമൊക്കെ ശരിക്കും നന്നായിട്ട് പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും മാറത്ത് കൂടെ തോർത്തിട്ടിക്കണ്. അതും വലിയ ആശ്വാസം. ആചാരെന്ന് വെച്ചാൽ വിചാരിക്കണ പോലെയല്ലേ, മൂപ്പർക്ക് കുറച്ച് മറ്റേ അസുഖം കൂടുതലാണ്. പക്ഷെ പെണ്ണുങ്ങളോടൊന്നും അങ്ങനെ ചെയ്യൂല, അന്യ പെണ്ണുങ്ങളോടൊന്നും. എന്നോട് മാത്രം കൂടുതലായിട്ട്. ഇത് 1, 2, 3 എന്നല്ല, ഞാൻ ക്ഷീണിച്ചാലും മൂപ്പർക്ക് യാതൊരു കുഴപ്പമില്ല. മക്കളാണെങ്കിൽ ഇത്രയെണ്ണത്തിനെ പെറ്റുകൂട്ടിയിരിക്കണം ഞാൻ. പക്ഷേ ആ ഒരു നീലി ഇട്ട ഡ്രസ്സൊക്കെ കാണുമ്പോൾ മൂപ്പർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എൻ്റെ ഭർത്താവല്ലേ, ഒന്നുമില്ലെങ്കിൽ വേണ്ട, ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാവും അറിയില്ല. പഠിച്ചോനെ നീ കാക്ക്. എന്നാൽ സൈന ഇറങ്ങി വരുന്നത് വീട്ടിലെ ആമിനത്താത്ത കാണുന്നു. സൈന ഇറങ്ങിയോ? എന്തിനാ മോളെ ഇറങ്ങിയത്? ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരുമല്ലോ ഭക്ഷണമൊക്കെ. എന്നാൽ പെട്ടെന്ന് നീലി തിരിഞ്ഞു. നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് പേര്? എൻ്റെ പേര് നീലി. വീട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. ഇവിടുത്തെ പണിക്കാരനെ, ഇവിടെ വാഴയിലുള്ള പണിക്കാരന് അത് ഞങ്ങളെ അയൽവാസിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏട്ടാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അവർ പറഞ്ഞതാണ്, ഇങ്ങനെ മൂസാജിയുടെ വീട്ടിൽ എപ്പോഴും ജോലിക്കാർക്ക് ആവശ്യമാണ്. അവിടെ കുറേ തോട്ടും തൊടുമൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും പണിക്കാരും ഉണ്ട്, നല്ല ആൾക്കാരുമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഭക്ഷണം തരുന്നതിനൊന്നൊരു ബുദ്ധിമുട്ട് പോലും വരുത്താറില്ല. ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ നമുക്ക് തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്ക എന്നാൽ പട്ടിണിയൊക്കെ ഉണ്ട്,
എന്നാലും എനിക്ക് മഴയും കൂടെ ആയപ്പോഴേ പുറത്തിറങ്ങാൻ വല്ലാതെ അങ്ങോട്ട് പുറത്തിറങ്ങി പണിക്ക് പോകാൻ കഴിയണില്ല. കാട് വെട്ടാനും അതിനിതിനൊക്കെ ഞാൻ പോകും. പിന്നെ റബ്ബറിന് വളമിടാനും അതൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പം ഈ മഴ കൊണ്ടേ ഒന്നിനോട് കഴിയണില്ല. മഴ കൊള്ളാത്ത വല്ല പണിയുണ്ടോ ഇക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അവിടെ അടുക്കളയൊക്കെ ആളെ തികയൂല, അവിടെ എല്ലാ കൊല്ലും പേറാണെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ സൈന പറഞ്ഞു, ഓ, സൈന കാര്യമായിട്ടൊന്നും ചിരിച്ചില്ല. അവരെല്ലാവരും അത് പറഞ്ഞ് ചിരിച്ചപ്പോൾ എന്താ ആമിനത്താത്ത് ചോദിച്ചു, സൈനുവിന് വിഷമിച്ചോ? സാരല്ല കേട്ടോ, ഞങ്ങൾ തമാശ പറഞ്ഞു. ഒന്നും സാരല്ല. ആ നീലിൻ്റെ ഭക്ഷണം നല്ല ടേസ്റ്റാണെന്ന് ഹജീർ പറഞ്ഞിരുന്നു. ആ, അത് മൂപ്പര് പറഞ്ഞു. പിന്നെ കഞ്ഞിയും കൂട്ടാനും കൊണ്ട് എന്നോടാണെന്ന് പാടത്തേക്കൊക്കെ വരാൻ പറഞ്ഞത്. ഓ, ഒരാൾ കൂടെ പോകണം കേട്ടോ, ഒറ്റക്ക് പോകരുത് കേട്ടോ. കാരണം ഒരുപാട് പണിക്കാർക്ക് ഉള്ളതല്ലേ. അല്ലെങ്കിൽ പിന്നെ പണിക്കാർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇത്രയും പണിക്കാർക്ക് അങ്ങോട്ട് പാടത്തേക്ക് കഞ്ഞിയും കൂട്ടാനും കൊണ്ടുപോയി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടെന്നല്ലേ. ആ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ലേ നീലിക്ക് വീട്ടിൽ ആരാ ഉള്ളത്? എനിക്കൊരു മോളുണ്ട്. വേറെ ഭർത്താവ് മരിച്ചുപോയി. ആ, അത് ശരി. മോൾ ഒറ്റക്കാണിട്ട്? അല്ല, മോള് പഠിക്കാൻ പോകുന്നുണ്ട്. പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അപ്പോൾ ഞാനവിടെ എത്തണം എന്നുള്ള നിലക്കാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുക ഈ പോക്കും വരവും കുറച്ച് ബുദ്ധിമുട്ടാണ്. രാത്രി ഇവിടെ തന്നെ അവിടെ കിടന്നാൽ അതല്ലേ നല്ലതെന്നൊക്കെ തോന്നുക. പക്ഷേ മോളെ വിചാരിക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. ഓ, അങ്ങനല്ലേ. എന്നാൽ പിന്നെ മോളെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൂടെ? ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാനൊക്കെ സൗകര്യം തന്നെയല്ലേ. ആ, മോൾക്ക് ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും പണി കഴിച്ചിട്ട് ഇപ്പം ഞാൻ പോകട്ടെ, വൈകുന്നേരം ആകുമ്പോഴേക്ക്. എന്നാൽ നീലിയെ കണ്ടപ്പോൾ തന്നെ ശരിക്കും അവർക്ക് നല്ല സന്തോഷം തോന്നി. നല്ല സ്വഭാവമുള്ള പാവം പെണ്ണിട്ടോ. പക്ഷേ കാണാൻ കുറച്ച് സുന്ദരിയാണ്, അതാണ് പിള്ളേർ കേട്. ആ, കുഴപ്പമൊന്നുമില്ല. ഹാജിരിപ്പോ അങ്ങനെയൊന്നും മൂപ്പത്തിയുടെ അടുത്തേക്ക് നോക്കും പോകുന്നില്ലല്ലോ. ആ, പിന്നെന്ന് വെച്ചാൽ ആണുങ്ങളെ സ്ഥിതിയൊക്കെ ആലോചിക്കുമ്പോൾ സൗന്ദര്യമുള്ള ഒന്നിനെ കണ്ടാൽ ഭാര്യ ഇനിയിപ്പോൾ എത്ര സുന്ദരിയാണെങ്കിലും പുറത്തൊരാളെ കണ്ടാൽ പിന്നെ ഏത് സ്വാലിഹായ മനുഷ്യന്മാരും ഒന്ന് നോക്കുമല്ലോ. അതെ, അത് ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഹോർമോണിൻ്റെ വ്യത്യാസമാണ്. അവരുടെ ശരീരബന്ധത്തിന് ഉതകുന്ന ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ആരോടെങ്കിലും ആകർഷണീയത തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മിഴികൾ ഒന്നവരെ നോക്കും. പക്ഷേ ഒന്നും നോക്കണേന് കുഴപ്പമില്ല എന്നാണ്. വീണ്ടും നോക്കുമ്പോഴാണ് ഇബിലീസ് കൂടെ കൂടുക എന്നല്ലേ. ആ, എന്തായാലും നടക്കട്ടെ. ആ, എന്നാൽ ഞാൻ അതേ, നിങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നത് ഹാജിർ കാണണ്ട. നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾക്ക് മുകളിൽ എല്ലാ സൗകര്യങ്ങളും ഹാജിർ ഒരുക്കിയിരിക്കണില്ലേ. അവർ പറയലെന്നെ, അതെ, മട്ടുപ്പാവലിൻ്റെ സുന്ദരി ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ എന്നാ. പിന്നെ സൈനു എണ്ണം പെറ്റിട്ടും സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ല കേട്ടോ. എന്തൊരു മൊഞ്ച നിങ്ങളെ കാണാൻ. ശരിക്കും ആമിനും അത് പറയുമ്പോൾ സൈന പറഞ്ഞു, ഓ, പിന്നെ ആമിനത്താത്ത നിങ്ങളെന്നെ എങ്ങനെ സുഖിപ്പിക്കല്ലേ കേട്ടോ. പിന്നെ മക്കളൊക്കെ നോക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. പരിക്കൊക്കെ ഇങ്ങക്ക് തന്നെയല്ലേ. എനിക്കിപ്പോൾ എന്താ പ്രസവിച്ച് പോകുന്നത്, അത് തന്നെ ഉള്ളൂ. പിന്നെ പാല് കൊടുക്കുക എടുക്കുക, അത് മാത്രം. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെയാണ്. എന്നാൽ ആമിനത്താത്ത അതാ ഇവരുടെ പല കുട്ടികൾക്കും മുല കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ ഹാജിയുടെ കുട്ടികൾ കരയുമ്പോൾ അവർക്കും കൊടുക്കും പാല്. അവിടുത്തെ പല ജോലിക്കാരും അങ്ങനെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ശീലമായതും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈനുവിന് യാതൊരു രീതിയിലുള്ള ശരീരത്തിന് പ്രോബ്ലംസോ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ കൂടുതലായും ഹാജിയർ പറയും, ഈ നിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തരുത് കേട്ടോ, എനിക്ക് എന്നുള്ളത് നീയാണ്. നീ ഓവറായി തടിക്കാനും പാടില്ല, എന്നാലച്ഛൻ മെലിയാനും പാടില്ല. നിൻ്റെ സൗന്ദര്യം എന്നും ഇങ്ങനെ ഈ നിലക്ക് നിൽക്കണം കേട്ടോ, അതാണ് എൻ്റെ കണ്ണിൽ പൂതി. ശരിക്കും മോസാജ് പറയുമ്പോൾ അവർ പറയും എനിക്ക് സൗന്ദര്യം ഓക്കെ, ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെ നോക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളെ പരിക്കിനൊക്കെ എൻ്റെ ശരീരം എന്നോ തോടാടിയ മട്ട ആണ്. പിന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണിത്. എൻ്റെ സൈന, ഈ അത് പറയല്ലേ, ഈ എൻ്റെതല്ലേ, ഈ മാത്രമല്ല എനിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെന്താടി ചെയ്യാം. സൈന, എനിക്ക് വേണമെങ്കിൽ നമ്മളെ വീട്ടിലത്തെ വേലക്കാരികൾ ജോലിക്കാരികൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടത്തെ കാലത്തൊന്നും അടിമകളുമായിട്ട് വീട്ടിലെ ജോലിക്കാരുമായിട്ടൊന്നും നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരു തെറ്റുമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ അങ്ങനെയായിരുന്നു അടിമകൾ എന്നൊക്കെ വെച്ചാൽ. ഇതിപ്പോൾ നമുക്ക് പണിക്കാരത്തി പെണ്ണുങ്ങൾ നല്ല ചൊങ്കും ചൊർക്കുള്ള ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മൂസാജിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. മൂസാജിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ സൈനനെ മറന്ന് ഞാൻ ഒരിക്കലും കളിക്കൂല കേട്ടോ. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ
സൈനക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ച് വല്ലാത്തൊരു ആശ്വാസമാണ്, വല്ലാത്തൊരു സമാധാനമാണ്. ഇക്ക, നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ തരുമല്ലോ, പിന്നെ ഇപ്പം എന്താ സൈന? അതന്നെ, അല്ലെങ്കിലും മറുകണ്ടം ചാടുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പല ടേസ്റ്റ് അറിയാൻ പലർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. ഇസ്ലാം ദീനിൻ്റെ നിയമപ്രകാരം അതൊക്കെ തികച്ചും തെറ്റാണ്. നമുക്ക് നമ്മളെ ഭാര്യ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അതുകൊണ്ട് നിന്നെ ഒരുത്തനും കാണരുത്, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ താഴത്തേക്കൊന്നും വല്ലാതെ ഇറങ്ങി പോകണ്ടട്ടോ. ആ പെണ്ണുങ്ങൾ വരെ അന്നെ കണ്ണു വെക്കും. ഇന്നെ കാണുമ്പോൾ അവരൊക്കെ നല്ല താന്നു കൂന്നൊക്കെ തന്നെ നിൽക്കലൊക്കെ. എന്നാലും ചിലരെ നോട്ടും പാവം കാണുമ്പോഴേ നമ്മൾ തന്നെ അങ്ങോട്ട് തളർന്നു പോവും പെണ്ണേ. എൻ്റെ ഇക്ക, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല, എനിക്ക് നന്നായിട്ടറിയാം. ആയിക്കോട്ടെ സൈന, എൻ്റെ വിശ്വാസം തന്നെ അതുപോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ ഇതുവരെ നടന്നിട്ടുള്ളൂ, വേറൊരു തെറ്റിലേക്കും പോയിട്ടില്ല. എന്നാൽ പെട്ടെന്ന് അതാ നീലിയുടെ ആ ഒരു രൂപം സേനയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പഠിച്ചോനെ, എന്തു മൊഞ്ചത്തിയാണ് അവർ! എന്താണ് അവരുടെ കാണാൻ ഒരു രസം! ഭർത്താവുമില്ല, ഒരു മോളും ഉണ്ട്. അല്ലെങ്കിലും അത്ര ചെറിയ ബ്ലൗസൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോഴൊക്കെ പഠിച്ചോനെ, അവരെ ഊരും പുറം കഴുത്തൊക്കെ കാണുമ്പോൾ എനിക്ക് ബേജാറാണ്. മേത്തുകൂടെ ഒരു തോർത്തൊക്കെ ഉണ്ട്. എന്നാലും തന്നെ ആണുങ്ങൾക്ക് അത് കാണുമ്പോഴേ ഒരു ഇതായിരിക്കും. പഠിച്ചോനെ, നീലി ഓളോടൊരു സാരി എടുത്ത് വരാൻ പറഞ്ഞാലോ? നാളെ മുതൽ ഈ ചെറിയ ബ്ലൗസും ഈ ഒരു മുണ്ടും ആ തോർത്തുമുണ്ടൊക്കെ എടുത്ത് വന്നാൽ ആണുങ്ങളെ നിയന്ത്രണം തെറ്റിപ്പോകും. കാരണം അവരെ മുമ്പ് കൂടെ അല്ലേ, പിന്നെ കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കലും കൊടുക്കലും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ അത് കാണുമ്പോൾ ആർക്കായാലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാനൊക്കെ തോന്നിപ്പോവും. എന്തായാലും നീലിയോട് ആ ഒരു കാര്യം പറയണം. സാരി എടുത്ത് വരാൻ, സാരി എടുത്ത് ഈ പണിക്ക് നിന്നാൽ മതി പറയണം. അല്ലാതെ ഇപ്പം എന്താ ഈ വയറും പുറവും എല്ലാം കൂടി കാണുന്ന രീതി. സാരി എടുത്താൽ കുറച്ചെങ്കിലും മറവുണ്ടാവുമല്ലോ. തലയും മുടിയും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തട്ടൊന്നും ഇടൂല. അതൊക്കെ എന്നാലും ശരീരങ്ങളൊന്ന് ശരിക്കും മറച്ചുകാണ്ട് ഒന്ന് പറയണം. സേനയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ആ രാത്രി അതാ മൂസഹാജി അവരുടെ മാളികപ്പുറത്തെ ആ ഒരു കിടപ്പുമുറിയിലെത്തി. സൈനു അവിടെ കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് എന്തോ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേതാ പെണ്ണെ? ബാല്യകാല സഖി. ഓ, എന്താ ബാല്യകാലത്ത് നിനക്ക് വല്ല സഖിയും ഉണ്ടായിരുന്നോ? എൻ്റെ ഇക്ക, നിങ്ങളൊന്ന് മിണ്ടാന്നാണ്. എന്താ പെണ്ണെ, നല്ല കഥയാണല്ലേ? മജീദും സുഹറയും അതൊക്കെ നല്ല കഥകൾ തന്നെയല്ലേ? പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന ഒരുവിധം കഥകളൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന ഒരുവിധം കഥകളൊക്കെ എല്ലാം ഓക്കെ ആണെന്നല്ല, എന്നാലും കുറച്ചൊക്കെ അതിൽ പഞ്ചാരയൊക്കെ ഉള്ള കഥകളൊക്കെ ഉണ്ടാവും. എൻ്റെ ഇക്ക, ജീവിതത്തിൽ പിന്നെ അതൊക്കെ വേണ്ടി തന്നെയല്ലേ? അത് ശരി തന്നെയാണ്, അതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ സൈനിൻ്റെ അടുത്തേക്ക് ഞാൻ മിനിറ്റിന് ഓടി വരുന്നത്. ഓ പിന്നെ അല്ലിക്ക, ആ നീലിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നീലി എന്ന് വെച്ചാൽ പെണ്ണേ ഒരു ഒന്നാം തരം സാധനമാണ്. എന്ന് വെച്ചാൽ ഒന്നാം തരം ഫുഡ് ഉണ്ടാക്കുന്ന ആളാണെന്ന്. അല്ലാതെ ഇപ്പം എന്താ? ഞാൻ പേടിച്ചു പോയി. എന്തേ പെണ്ണേ? അല്ലേ, ഒന്നുമല്ല. ശരിക്കും നീലിയെക്കുറിച്ച് സൈനക്ക് മനസ്സിൽ പല ചിന്തകളായിരുന്നു. കാരണം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അവർ ചെറിയ ബ്ലൗസും ആ ഒരു തുണിയും എല്ലാം ഒക്കെ ഇട്ട് കുമ്പിടുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എനിക്കൊരു പേടിയാണ്. എന്താ അറിയില്ല, മൂപ്പരെ കണ്ണിലെങ്ങാനും പെട്ടാൽ മൂപ്പർക്ക് പിന്നെ കുറച്ച് തടിയും തണ്ടൊക്കെ ഉള്ളതാണ്. തണ്ടും തടിയുള്ള കുറച്ച് പെണ്ണുങ്ങളെ കണ്ടാൽ ചില ആണുങ്ങൾക്കും ചില ഇളക്കൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഭർത്താവിനോട് അവൾ അത് പറഞ്ഞില്ല. സൈനു, കാര്യം നീ പറഞ്ഞില്ല. എന്താ എന്നോട് പിണങ്ങിയോ? ശരിക്കും സൈനബ അതാ അന്ന് മണിയറയിൽ തെറ്റിക്കിടന്നു. പെണ്ണേ, അങ്ങനെ ഒന്ന് കിടക്കല്ലേ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നതാണ്, നീ അങ്ങനെ കിടക്കല്ലേ. അത് ഇപ്പം തന്നെ കിടന്നു കിട്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ കുഞ്ഞു വളർന്നു വന്നിട്ട്. എന്താ നിൻ്റെ മുഖത്തൊരു കടന്നൽ കുത്തിയ പോലെ? എന്താടി? ഇക്ക, ഒന്നുമില്ല. എന്താ സൈനു, ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ നിന്നോട് ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതൊന്നുമില്ല. പിന്നെന്താ, ഞാനിന്ന് അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അവർ പറയാ ഇവിടെ കൊല്ലം പേരല്ലേ, പിന്നിപ്പോൾ അവരെ കാണുമെന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും കൂടി ചിരിച്ചു. അതിനെന്താ, ഈ അല്ലേ പ്രസവിക്കണ്, എൻ്റെ കുട്ടികളല്ലേ, അല്ലാതെ പുറത്തു പോയി ഉണ്ടാക്കുമെന്നല്ലല്ലോ. ഇത് എൻ്റെ തറവാടാണ്, എൻ്റെ മക്കളെയാണ് നീ പ്രസവിക്കുന്നത്, നീ എൻ്റെ ഭാര്യയാണ്. അതിനിപ്പോൾ എന്തോ ഒരു കളിയാക്കി ചിരിക്കാൻ?
സൈന അങ്ങനെ പറഞ്ഞങ്ങ് ഒപ്പിച്ചു. സത്യം പറഞ്ഞാൽ സൈനയുടെ മനസ്സിൽ അതല്ലായിരുന്നു. നീലിയുടെ ആ ഒരു വേഷവും അവളുടെ ഡ്രസ്സിങ് രീതിയും ഭാവവും ഒക്കെ ശരിക്കും അവൾക്ക് ഭയമായിരുന്നു. തൻ്റെ ഭർത്താവ് അവളുടെ ശരീരത്തിൻ്റെ മൊഞ്ച് കണ്ടെങ്ങാനും മയങ്ങി വീഴുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അന്ന് എത്രയൊക്കെ തന്നെ മൂസ ഹാജി അവളെ ഇക്കിളിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും സൈന അതിനൊന്നും വഴങ്ങിയില്ല. സൈനോ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ തന്നിട്ടില്ലല്ലോ. നിൻ്റെ മനസ്സിലെന്താ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. സ്നേഹത്തോടെ ആ ഭർത്താവ് പറയുമ്പോൾ സൈന ഒരു നിമിഷം മിണ്ടാതെ തന്നെ വീണ്ടും കിടന്നു. എന്താ സൈനു, നിനക്കെന്താ? നിൻ്റെ മനസ്സിലെന്തോ? അതെ, അവരവിടെ കളിയാക്കിക്കോട്ടെ, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിനക്ക് കൊല്ലം കൊല്ലം പേരല്ലേ. അവരത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിക്ക് വല്ലാത്തൊരു ഇത്. എന്നാ ഇങ്ങ് വന്നേ എൻ്റെ സൈനു, ഒന്നിങ്ങോട്ട് വാ പെണ്ണേ. അന്നും അതാ മൂസ ഹാജി സൈനയെ ചേർത്ത് പിടിക്കുന്നു. ഇക്ക, ഒരു ദിവസങ്ങളിൽ എനിക്കൊന്ന് എന്താ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാ ഞമ്മക്കൊരു പെൺകുട്ടി ആയിരിക്കട്ടോ ഇപ്രാവശ്യത്തത്. നമുക്ക് ആ കുട്ടിക്ക് എന്താ പേരിടാം? കുട്ടി ഒന്നാവട്ടെ. ചിലപ്പോൾ ആണാണെങ്കിൽ എന്ത് പേരിടും? മൂസക്കുട്ടിയെന്നോ? ശരിക്കും അദ്ദേഹം ചിരിച്ചു. എൻ്റെ പെണ്ണെ, എൻ്റെ ഒരു തമാശ. ആണാണിടണം, പെണ്ണണി സൈനക്കുട്ടി എന്നിടണം. എന്തേ? ഒന്ന് പോയിക്കാ അവിടുന്ന്, ഞാൻ ഒന്ന് കിടക്കട്ടെ. അങ്ങനെ അതാ അന്നവൾ മൂസ ഹാജിയെ മൈൻഡ് ചെയ്യാതെ കിടന്നു. കാര്യം മറ്റൊന്നുമല്ല, നേരം വെളുത്തിട്ട് നേരെ നീലിയുടെ അടുത്തേക്ക് പോകണം. അവളോട് പറയണം നിൻ്റെ ഈ ചെറിയ ബ്ലൗസും ഈ മുണ്ടുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു സാരി എടുത്ത് വരാൻ. കാരണം ആണുങ്ങളുള്ള സ്ഥലമാണ്. അവരിത് എപ്പോഴും കണ്ട് അവർക്കൊരു മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോയാൽ അത് വലിയ പ്രശ്നത്തിലേക്കാക്കും. തന്നോടുള്ള സ്നേഹം കുറഞ്ഞ നീലിയോട് തൻ്റെ ഭർത്താവ് കൂട്ടുകൂടുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ നീലി അതാ അന്നും ആ ഡ്രസ്സിൽ തന്നെ വരുന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നു, പറയുന്നു. അവൾ എന്തൊക്കെയോ എടുത്തു കൊടുക്കുന്നു. എന്നാൽ അവൾ കുമ്പിട്ട് നിൽക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലേക്ക് അതാ പതിക്കുന്നു. എന്നാൽ ഒരു നിമിഷം മാളികപ്പുറത്ത് നിന്ന് അവൾ അത് നോക്കി നിൽക്കുമ്പോൾ നീലിയുടെ അരക്കെട്ടിന് പിടിച്ചു നിൽക്കുന്ന തൻ്റെ ഹാജിയാരെയാണ് അവൾ കണ്ടത്. അവൾ ഞെട്ടിപ്പിടഞ്ഞു. വേണ്ട, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം അവൾ, എന്നാൽ ഹാജിയരുടെ കൈകൾ സൈനയുടെ അരയിലായിരുന്നു ചുറ്റിയിരുന്നത്. അവൾ എന്തോ സ്വപ്നം കണ്ടതാണോ അറിയുന്നില്ല. അവൾ ആകെ ടെൻഷനായി. സൈനു, എന്താ പെണ്ണേ, എന്തു പറ്റി? എന്താ? ഞാൻ കണ്ടത് സ്വപ്നമാണോ? എന്താ കണ്ടത് നീയെ? ഇക്കക്ക. എന്താ പെണ്ണേ, എന്ത് സൈനു? എന്ത് പ്രശ്നം? ശരിക്കും ഭർത്താവ് തൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് അത് ചോദിക്കുന്നു. എന്നാൽ അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി, എൻ്റെ സ്വപ്നമാണ്, പക്ഷെ അത് യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ്. എൻ്റെ ഭർത്താവ് ഏത് നിമിഷവും, അതെ നീലിയെ, അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സൈനയുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? മൂസ ഹാജിയുടെ സ്നേഹം സൈനയിൽ നിന്നും ഇല്ലാതാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.